ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് റഹീം അസ്ലം തന്നെയാണ് എന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഇത് നമുക്ക് മുന്നേ തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. റഹീം തന്നെയായിരിക്കും ഈ ഒരു കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം അയാളുടെ വാക്കുകളിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അവരെന്റെ കയ്യിൽ നിന്നും പോയി എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവരുടെ വീട്ടിൽ പോയിട്ട് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിനുള്ള വീട്ടുകാരുടെ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബോംബെയിലേക്ക് പോവുകയാണെന്ന് മുന്നേ തന്നെ പറഞ്ഞു. 5 ദിവസം അവൻ ജോലി എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. 23 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു പയ്യൻ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ടുള്ള 16 വയസ്സുള്ള 2 പെൺകുട്ടികൾ ഇപ്പോഴും പറഞ്ഞ ഞങ്ങൾ 18 കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ അതും നുണയാണ് എന്ന് നമുക്കറിയാം. പെൺകുട്ടികൾക്ക് അത്ര പക്വതയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്തായാലും പെൺകുട്ടികളും ഇപ്പോൾ തിരൂരിലെത്തി. അവരെ പോലീസുകാർ കൃത്യമായിട്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ആ ഒരു കുട്ടികൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഇന്ന് ഇവരോട് പറയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.